ഭൗതിക ശരീരത്തിൽ നിന്ന് ആത്മീക ശരീരത്തിലൂടെ സ്വർഗീയ ശരീരത്തിലേക്ക് പ്രവേശിക്കണമെന്നുള്ള പിതാവിൻ്റെ അനാദികാലം മുതലുള്ള നിർണയം ഞാനെന്ന വ്യക്തിത്വത്തിനകത്ത് കിടക്കുന്നത് കൊണ്ടാണ് പിതാവ് തൻ്റെ ജീവനെ നമ്മുടെ മേൽ അയക്കാൻ തയ്യാറാകുന്നത്. അപ്പോൾ ഇന്ന് പകൽ ഇതിനകത്ത് കടന്നു വന്നിരിക്കുന്ന വ്യക്തികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളെപ്പറ്റി ഡ്രീം കാണുന്നതിനേക്കാൾ മേൽത്തരമായ ഒരു ഡ്രീം നിങ്ങളെപ്പറ്റി പിതാവ് കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ഡ്രീം റൈമണ്ടിന്റെ ക്ലോത്ത് ധരിക്കുന്നതാണെങ്കിൽ പിതാവിന് നിങ്ങളെ പറ്റിയുള്ള ഡ്രീം സ്വർഗീയ ശരീരത്തെ ധരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാനും വെളിപ്പെടുത്താനും കഴിയുന്ന അളവിൽ നാം വളരുക എന്നുള്ളതാണ്. ഒരു പുത്രൻ എന്ന നിലയിൽ നിങ്ങളെപ്പറ്റി പിതാവിന് എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും ഉന്നത ഭാഗം ഏതെന്ന് ചോദിച്ചാൽ ഭൗമ മനുഷ്യനെ കീറിക്കളഞ്ഞ് ആത്മ മനുഷ്യനിലൂടെ നടന്ന് സ്വർഗീയ മനുഷ്യനെ വെളിപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ പക്വതയുള്ളവരാകണമെന്നാണ് പിതാവിന് നമ്മെ പറ്റിയുള്ള നിർണയമെന്ന് തിരിച്ചറിയുക. ശരീരമാണെന്ന് അറിഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ റീസൺ കൊണ്ടാണ്. ജഡീകതയിൽ നിന്ന് ആത്മീകതയിലൂടെ സ്വർഗീയതയെ സ്വീകരിക്കുക.